പ്ലസ് സൈസ് വേണ്ടവർക്ക് പ്ലസ് സൈസസും അവൈലബിൾ ആണ് കേട്ടോ. നിന്റെ മൈൻഡിൽ എന്താണ് ഇത് എങ്ങനെ ഇടും? കോട്ടണിൽ 2 പീസിന്റെ കളക്ഷൻ ആട്ടോ. ഓർഗൻസ ദുപ്പട്ട വിത്ത് ഡിജിറ്റൽ പ്രിന്റ്. എന്താ ലുക്ക് കണ്ട. ഒക്കേഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇത്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് മാർക്കറ്റ് റോഡിൽ ഒരുപാട് ഏരിയകളുണ്ട്. അപ്പൊ ഈ ഭാഗത്തും കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിലത്തെ ഒരു കടയിലാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് മേനക ബസ് സ്റ്റോപ്പ് വഴിക്ക് വരാണെങ്കിൽ ആ വഴിക്ക്, ആദ്യം ഞാൻ ഇവിടുത്തെ വഴി പറഞ്ഞിട്ടാ. ഈ വഴി എന്ന് പറയുന്നത് നമുക്ക് MG റോഡ് വഴിയില്ലേ, ആ വഴിക്ക് കയറാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അല്ലെങ്കിൽ TD റോഡ് വഴിക്കായാലും നമുക്ക് ഈ ഒരു ഗോപാലപ്രഭു റോഡിലേക്ക് എത്താം. അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡ് ഇതാ, ആ സൈഡിൽ കൂടെ ആണെങ്കിൽ നമുക്ക് മേനക ബസ് സ്റ്റോപ്പ്, അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നടക്കാം. 5 മിനിറ്റ് ഇല്ല, 2 മിനിറ്റ് നടക്കാനുള്ള വഴിയുള്ളൂ. ഇങ്ങനെ ആടിപാടിയൊക്കെ നടന്നു വരുമ്പോഴേക്കും 2 മിനിറ്റിൻ്റെ വഴിയുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഗോപാലപ്രഭു റോഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ആ അറ്റത്ത് ആ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റ് തീർന്നു എന്നുള്ളത്. അല്ല, ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെയും ഉണ്ട്. ഗോപാലപ്രഭു റോഡ് ഉണ്ട്, ആ അറ്റം വരെ ഒക്കെ ഹോൾസെയിൽ മാത്രമാണ്. അപ്പോൾ ഇനി വണ്ടിയായിട്ട് വരുന്നവർക്ക് ചിലവർക്കൊക്കെ ആ സൈഡിലൊന്നും പാർക്കിംഗ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഏത് നമ്മുടെ മാർക്കറ്റ് റോഡിലൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് അതാ ഈ ഒരു കടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ വണ്ടി കൂടെ കാണുമ്പോൾ ഇത്രയും ചെറിയൊരു കട ഇവിടെ പാർക്ക് ചെയ്യാനാ? പാർക്കിംഗ് സൗകര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്യും. നിങ്ങൾ വണ്ടി ആയിട്ട് വന്നാൽ മതി. അപ്പോൾ അവർ പറയും എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്നറിയണ്ടേ? എറണാകുളത്ത് ഗോപാലപ്രഭു റോഡിൽ അവിടെ നമ്മൾ വന്നിരിക്കുന്നത് അനീര ഹോൾസെയിലേഴ്സ്. യെസ്, അനീരയിലാണ് വന്നിരിക്കുന്നത്. അപ്പം കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണാണ്ട്. അതേപോലെ തന്നെ അനീര കാണുന്നത് പോലെയല്ല, ഉള്ളിൽ നിറയെ കളക്ഷൻസ് ഉണ്ട്. ഇപ്പം കളക്ഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതാ ഇവിടെ ഒക്കെ നല്ല 3 പീസിൻ്റെയും 2 പീസിൻ്റെയും കോട്ട് സെറ്റിൻ്റെ ഒക്കെ കളക്ഷൻസ് ഇതായിരിക്കുന്നു. ഇനി നമുക്കൊന്ന് കയറി നോക്കാം. അങ്ങനെ നമ്മുടെ അനീരയിൽ നമുക്ക് പുതിയ കുട്ടീനൊക്കെ കാണാൻ പറ്റി. പുതിയ കുട്ടി മാത്രമല്ല, പുതിയ കളക്ഷൻസ് ഉണ്ട്. എന്തൊക്കെ വെറൈറ്റി കൊണ്ട് വന്നിരിക്കുന്നത്? ഇന്ന് നമ്മളിൽ ഓണത്തിന്റെ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അല്ലാണ്ട് കാഷ്വൽ ആയിട്ട് ഇടാനും കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട്. നോർമലി അനീര എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുട്ടിക് സ്റ്റൈൽ, ബുട്ടിക് ടേസ്റ്റ് ആ ഒരു രീതിയിലാണ് ഉള്ളത്. പക്ഷെ ഓണം വരുമ്പോൾ ഓണത്തിനുള്ള കളക്ഷൻസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇല്ലേ? അപ്പൊ എവിടുന്ന് തുടങ്ങാം നമുക്ക്? ഓണം എന്ന് പറയുമ്പോൾ എന്താ ക്രീമും വൈറ്റും ആ ഒരു സ്റ്റൈലാണ്. ഇത് മൊത്തം ക്രീം. ഇതില് കുറച്ച് ഇതൊക്കെ കാഷ്വൽ വേറെ വന്നേ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓടിപ്പിക്കാം, പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കാം. അപ്പൊ ക്രീം ബേസിൽ, വൈറ്റ് ബേസിൽ ഇതിലൊക്കെ ഓണത്തിന്റെ നല്ല നല്ല കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ പിങ്ക് ബ്ലോസം, അതാണല്ലോ ഇപ്പൊ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് കളറിൽ ചോദിച്ചാൽ കളറിലും ഉണ്ട് കേട്ടോ. പാർട്ടി വെയർ വേണമെങ്കിൽ പാർട്ടി വെയർ, കാഷ്വൽ വെയർ വേണമെങ്കിൽ കാഷ്വൽ വെയർ. പക്ഷെ ഈ ഒരു ഐറ്റം ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഇത് നമ്മുടെ സ്വന്തമാണ് അല്ലേ? അതെ, നല്ല സുഖമുണ്ട് പിടിക്കാൻ. നേഹ അല്ലേ? തുടങ്ങിയല്ലോ നമുക്ക്? ഉഷാറല്ലേ? ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്ക് ഓണത്തിന്റെ കളക്ഷൻ ആദ്യം തന്നെ ഇതാ പിങ്ക് ബ്ലോസം വെച്ചിട്ട് തുടങ്ങാം. പിങ്ക് ബ്ലോസം കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കളക്ഷനാണ്. കോട്ടൺ. അതെ, ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളക്ഷൻ ആണ്. ഈ ബ്ലോസം രീതിയിൽ വരുന്നത്. നമ്മുടെ സൈസസ് വന്നിട്ട് മീഡിയം ടു XXL ആണ് ഇപ്പൊ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഇനിയിപ്പോ നമുക്ക് എ ലൈനിൽ വേണോ, സ്ട്രേറ്റിൽ വേണോ, സൈഡ് കട്ട് വേണോ, ഏത് മോഡൽ വേണോ? കാരണം ഇത് മാനുഫാക്ചേഴ്സ് ആണ്. അപ്പൊ 2 പീസിന്റെ ഈ ഒരു കളക്ഷൻ നമുക്ക് പിങ്ക് ബ്ലോസമിൽ ഇറക്കിയിട്ടുണ്ട്. ഇനി അല്ലാത്ത കുറച്ച് വെറൈറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇതാ ഇനിയും ഉണ്ട്. നമുക്ക് ഒരു വൈറ്റ് ബേസിൽ വരുന്നത് ഇത് 2 പീസിന്റെ തന്നെയല്ലേ വരുന്നത്? 2 പീസിന്റെ ഒന്ന് വെച്ചേ കുട്ടാ. ഇതായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത്. വിത്ത് ലൈനിങ് അടക്കമാണ് ഇത് വരുന്നത്. ക്രീം, പിന്നെ ഇതിൽ ഒരുപാട് പ്രിന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ബോട്ടം ഇതാണ് വരുന്നത്. അങ്ങനെ 2 പീസിന്റെ ഒരു കളക്ഷനാണ് വരുന്നത്. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ വേറൊരു പ്രിന്റ് കൂടി നമ്മൾ കാണിക്കാം കേട്ടോ. ഇത് പിടിച്ചോ, ബോട്ടം ഞാൻ പിടിക്കാം. പിടിച്ചോ. ഇങ്ങനെ ഒരു പ്രിന്റ്. ഇത് XXL സൈസാണ്. എന്നാൽ നമുക്ക് ഇവിടെ 2XL, 3XL, 4XL അങ്ങനെ പ്ലസ് സൈസ് വേണ്ടവർക്ക് പ്ലസ് സൈസസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീമിൽ കുറച്ച് പ്രിന്റ് മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ഇത് കൂടാണ്ട് നമുക്ക് കുറച്ചുകൂടി വെറൈറ്റീസ് ഉണ്ട്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റിൽ കാണിക്കാം അല്ലേ? വൈറ്റിൽ പിടിച്ചോ. വൈറ്റിൽ വരുമ്പോൾ ദുപ്പട്ട കോൺട്രാസ്റ്റ് ആണ്. വൈറ്റ്, അതിന് ദാമന്റെ പോർഷൻ നോക്കിയാൽ നല്ലോണം എംബ്രോയിഡറി വർക്ക് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നത് ആ ഒരു ദാമൻ പോർഷനാണ്. ഞാൻ കുറച്ച് പൊന്തിച്ച് കാണിച്ചു തരാം, എന്നാലും അതിൻ്റെ ഡിസൈൻസ് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് നോക്കണ്ടേ? ദുപ്പട്ട അടിപൊളിയായിരിക്കും. ദുപ്പട്ട കുറച്ച് നല്ല ഓർഗൻസ് ആണ് കേട്ടോ. ഓർഗൻസ് വെച്ച് ആഹാ,
പോരെ, എന്താ സെറ്റപ്പ്. ഇതിൽ വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ, XXL അങ്ങനെ 4 സെറ്റ്. അത് മസ്റ്റ് ആയിട്ട് എടുക്കണം, കാരണം ഇത് ഹോൾസെയിൽ ആണ്. അത് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് ഇഷ്ടപ്പെട്ടാലും മേടിക്കാൻ പറ്റില്ല അല്ലേ? ആ, അതിന്റെ പാന്റ് കേട്ടോ, പാന്റ് വരുന്നത് പ്ലെയിൻ ആണ് വരുന്നത്. വൈറ്റ് ആണ് കേട്ടോ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കളറിൽ കാണിക്കാം നമുക്ക്. പിന്നെ വരുന്ന ഒരു 3 പീസ് കളക്ഷൻ. 3 പീസിൽ പാന്റ് അവിടെ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. ടോപ്പിലാണെങ്കിൽ നമുക്ക് മിറർ വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ എംബ്രോയിഡറിയുടെ പിറ്റൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെറൈറ്റീസ്. ഇതൊക്കെ ഓരോരോ വർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു കലയുണ്ട് കേട്ടോ. അതിൽ വരുന്ന ദുപ്പട്ട എന്ന് പറയണത് പിടിച്ചോ, ഫുൾ ഇങ്ങനെ ഒരു പ്രിന്റിൽ. എങ്ങനെയുണ്ട് ലുക്ക്? ഇനി ഇതിൻ്റെ ഇപ്പോൾ കളർ ചേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തരൂല, കാരണം ഓണത്തിന് നമുക്ക് ഇതേ വൈറ്റ്, ക്രീം ഇതൊക്കെ ഇട്ടാൽ മതി അല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കളർ ചോദിച്ചവർക്ക് ഉണ്ട്, ഇല്ലാന്നില്ല. പക്ഷെ കൂടുതൽ ഓണത്തിന് പോണത് അങ്ങനത്തെ ഒരു സംഭവമൊക്കെ അല്ലേ. ഇനി ഒരു വൈറ്റ് മാറ്റി പിടിക്കാം നമുക്ക് അല്ലേ? എന്നാൽ നമുക്ക് ഓണം ഇല്ല, ഓണം കഴിഞ്ഞാലും നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ക്രീം കളർ. അതെ, ഒരു ചിക്കു ഷെയ്ഡ്, ലൈറ്റ് ചിക്കു എന്താണേലും പറഞ്ഞു. പക്ഷെ നമുക്ക് ഏതൊരു ഒക്കേഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇത്. ഇതിന്റെ ടോപ്പ് വരുന്നത് ഫുൾ എംബ്രോയിഡറിയുടെ, അതുപോലെ തന്നെ ഇതിൽ സ്റ്റോൺ വർക്ക്, സീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ്, നല്ല പ്രിറ്റി ആയിട്ടുള്ള ദുപ്പട്ട. ഇങ്ങനെ ഒരു സ്കാലപ്പിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതില്. ഇതാണ് ഇതിന്റെ ഓവറോൾ വർക്ക് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇതിൽ തന്നെ കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓണത്തിന്റെ ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റിൽ ഈ ബേജ്, അതുപോലെ തന്നെ വൈറ്റ്, ക്രീം, ആ കളറാണ് മെയിനായിട്ട് കാണിക്കുന്നത്. പിന്നെ പക്ക മൽ കോട്ടൺ, അനാർക്കലി മോഡലിൽ വരുന്നത്. അനാർക്കലി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. പിന്നെ വൈറ്റും കൂടി പറയുകയാണെങ്കിൽ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഓണത്തിന് പെർഫെക്റ്റ് ആണിത്. അതെ, ഓണത്തിന് പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വിരിവുണ്ട്, ലൈനിങ്ങോട് കൂടിയിട്ടാണ്. ഒരു പക്ക ഒരു ഫെസ്റ്റിവൽ സ്റ്റൈലാണ് കേട്ടോ. നമുക്ക് ഓണം കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു 2 പീസിൻ്റെ ഒരു കളക്ഷനാണ്. ഗൗണാണ് ഇത് വരുന്നത്. ആക്ച്വലി ഫുൾ ഇതെന്ന് ഹൈറ്റ് കൂടിയവർക്കാണെങ്കിലല്ലേ ലുക്ക് സൂപ്പർ ആയിരിക്കും അല്ലേ? നമ്മളൊക്കെ ഈ 5 അടിയിൽ ഒതുങ്ങുന്നതാണ് അല്ലേ? 5 അടി 5'4", ഞാൻ 5'3" കേട്ടോ. എന്നാലും ഞങ്ങക്ക് കാണാൻ ഭംഗി ഉണ്ടാവും. ഇല്ല പിന്നെ അല്ലേ, ആരെങ്കിലും ഇട്ട ഒരു ഭംഗി ഉണ്ടാവും. അപ്പൊ ഇതിലും സൈസസ് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് നമുക്ക് ഈ ഓണത്തിന്റെ ടച്ച് ആയിട്ടുള്ള ഒരു കളറൊക്കെ തന്നെ, ഒരു ക്രീമിൽ തന്നെ. പക്ഷെ നമുക്ക് ഇത് ഓണം കഴിഞ്ഞാലും ഇടാൻ പറ്റുന്ന ഒരു കളക്ഷൻ. പിന്നെ ഇത് വരുന്നത് കണ്ട നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ്. മെയിനായിട്ട് എനിക്ക് ആ ദാമന്റെ പോർഷൻ ആണ് കാണിക്കാൻ ഇഷ്ടം. നല്ല ബ്രഷ് പെയിന്റ് ചെയ്ത പോലെ. ഡിജിറ്റൽ പ്രിന്റ് ആണോ ബ്രഷ് പെയിന്റ് ആണോ? ആക്ച്വലി ഇത് കാണുമ്പോൾ നമുക്കൊരു ഡിജിറ്റൽ പ്രിന്റിന്റെ ഫീലിംഗ് ആയിരിക്കും. പക്ഷെ ഡിജിറ്റൽ പ്രിന്റ് അല്ല, ഇതൊരു ഹാൻഡ് ബ്രഷ് ചെയ്ത ഒരു വർക്കാണ്. അതേപോലെ തന്നെ ഫുൾ ഇങ്ങനെ എന്തത് എംബ്രോയിഡറി, അതുപോലെ ഇതിന് ചെറിയ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇത് ലിനനാട്ടാ, മെറ്റീരിയൽ മാറ്റമുണ്ട്. ഇത് നമ്മുടെ സ്ലീവിന്റെ പോർഷനിലും ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. പിന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അഫ്കോഴ്സ് ഇതിന്റെ ദുപ്പട്ട തന്നെയാണ്. ദുപ്പട്ടയിൽ ക്രോഷ്യയുടെ ലേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഓർഗൻസയിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ലിനന്റെ ടോപ്പ്, അതുപോലെ തന്നെ ഓർഗൻസയുടെ ദുപ്പട്ട. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതില് കളർ ചേഞ്ച് ഒക്കെ ചോദിച്ചാൽ കിട്ടുമോ? എങ്ങനെയാ അവസ്ഥ? കളർ ചേഞ്ച് ഉണ്ട് ഇതില്. ഇപ്പൊ ഓണം ആയോണ്ട് നമ്മൾ ഈ കുറച്ച് ഓണം കളേഴ്സ് മാത്രമേ ഇപ്പൊ ഉള്ളൂ നമ്മുടെ സ്റ്റോറിൽ. ഉള്ളൂന്നല്ല, ഇപ്പൊ അത് മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ. അതങ്ങനെ വേണം പറയാനായിട്ട്. അല്ലാത്തത് നിങ്ങൾക്ക് ഇപ്പൊ ഏത് കളർ വേണം ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്നത് എല്ലാം പല കളേഴ്സ് ആണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട കളേഴ്സ് നിങ്ങൾക്ക് വന്ന് ചൂസ് ചെയ്യാം. ഇവിടെ ഉണ്ട് നല്ല പാർട്ടി വെയർ ഒരുപാട് കളക്ഷൻസ്. പക്ഷെ സീസൺ ഒന്നോട് അടുക്കും തോറും നമുക്ക് വേണ്ട കളർ എന്ന് പറയുന്നത് അതാണല്ലോ. പിന്നെ ഇതും ഒരു നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഒരു നല്ല സീക്വൻസ് എന്നൊക്കെ പറയുന്നത്, അതിൽ ഇപ്പം 3 സെറ്റാണെന്ന് തോന്നുന്നു. ഇത് പ്ലസ് സൈസ് ആണ്, ലാർജ്, XL, XXL അങ്ങനെയാണ്. മീഡിയം ഉണ്ട്. അപ്പൊ അങ്ങനെ 4 സെറ്റ് ഇടാം. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതിന്റെ പാക്കിംഗ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ 4 സെറ്റ് അത് എടുക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്, കാരണം ഹോൾസെയിലാണ്. അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് അത് എടുത്തിരിക്കണം. പിന്നെ വരുന്നത് നമുക്ക് ഇതും ഒന്ന് നോക്കി നോക്കാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പറയും. നല്ല ബ്യൂട്ടിഫുൾ വൈറ്റ്, പ്യുവർ വൈറ്റിലാണ്. അതിന്റെ ഉള്ളിൽ ഒരു കോൺട്രാസ്റ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് നോക്കിയേ, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ട. ഈ ദുപ്പട്ട എന്ന് പറയുമ്പോൾ ലെവൻഡർ ഉണ്ടാവും, റെഡ് ഉണ്ടാവും, മെറൂൺ ഉണ്ടാവും, അങ്ങനെ ഡിഫറെന്റ് കളർ ആയിരിക്കും വരിക കേട്ടോ. പിന്നെ ഇതില് ടോപ്പ് ഇങ്ങനെ ഇതിൻ്റെ ഒരു വർക്ക് വരുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നത് നമുക്കൊരു ബാന്തിനിയുടെ ടച്ച്, അതുപോലെ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാൻറ്റിൻ്റെ ഈ ഒരു സൈഡിലും അടിയിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കൂടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. ഇട്ട് വരുമ്പോൾ നല്ല ലുക്കായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത് ഒന്ന് വെച്ചോ, ഞാൻ വിരിക്കാം. ഭംഗിയുള്ള കുട്ടികൾ ആകുമ്പോഴല്ല ഭംഗിയിലൊന്ന് വിരിച്ച് കാണിക്കേണ്ടത്. ഇതിന്റെ കോൺട്രാസ്റ്റ് വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി. എന്താ ലുക്ക് കണ്ട, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിന്റെ ഒരു രസം കാണാനായിട്ട്. ഇതില് ഇപ്പൊ എന്താ പറയാ, നമുക്ക് നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അപ്പൊ വീഡിയോ കോൾ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ സമയം അത് ഏകദേശം ഒരു 9-10 മണി. എത്ര മണി വരെ ഉണ്ടാവും? എത്ര ടൈം പറയുന്നതനുസരിച്ച് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കും അവർക്ക്. സ്ലോട്ട് കൊടുക്കും. അതെ, മുൻകൂട്ടി ബുക്കിംഗ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സീസൺ സമയത്താണെങ്കിൽ സൺഡേ ഓപ്പൺ ആണ്. അതുപോലെ നമ്മളിപ്പോ ഉള്ളത് അനീര എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപാലപ്രഭു റോഡിലാണ്. കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മള് എറണാകുളത്ത് ഗോപാലപ്രഭു റോഡ്, അനീര ഹോൾസെയിലേഴ്സ്. നമ്പറൊക്കെ നമ്മൾ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അതെ, നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോ ട്രെയിനായിട്ട് വരാണെങ്കിൽ നമുക്ക് സൗത്തില് എങ്ങനെയാ വരാ? ഈ നാട്ടിലെത്തിയല്ലേ? അല്ലേ, എവിടെ സ്ഥലം? അല്ല, ഇവിടെ തന്നെയാ. പക്ഷെ ഞാനിങ്ങനെ ഊബറൊക്കെ വിളിച്ചിങ്ങനെ പോവും, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. അതാണ് ഉദ്ദേശിച്ചത്, കറങ്ങി നടക്കൽ അങ്ങനെയൊക്കെ. അപ്പം ബസ്സായിട്ട് വരുന്നവരാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. അവിടുന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. ഗോപാലപ്രഭു റോഡ് ചോദിച്ചാൽ മതി. അതേപോലെ തന്നെ നമ്മളിപ്പോൾ MG റോഡ്, ഇപ്പോൾ ട്രെയിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ MG റോഡ് ആ വഴിക്കായിരിക്കും വരാം. ഓട്ടോ പിടിച്ചിട്ട് ആ വഴിക്ക് വന്നാലും നമുക്ക് ഗോപാലപ്രഭു റോഡിൽ കയറാം. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ നിരയുടെ ഫ്രണ്ട് സൈഡ് കാണുമ്പോൾ സംഭവം ചെറിയൊരു കടയായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഉള്ളിലിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, വെറൈറ്റീസ് ഇനി കാണാൻ കിടക്കുന്നുള്ളൂ. അപ്പൊ പറഞ്ഞു വരുന്നത് പുറമെ കാണുന്നതല്ല, ഉള്ളിൽ എന്ന് പറഞ്ഞാൽ വമ്പൻ ഐറ്റംസ് ആണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഇനി ഒരു കോട്ട് സെറ്റുമേ പിടിക്കാം. കുറച്ച് ക്രീം ആയില്ലേ, ഇനിയിപ്പോ ഒരു വൈറ്റ് കോട്ട് സെറ്റ് കേട്ടോ. കോട്ട് സെറ്റ് അല്ല, ഷോർട്ട് കുർത്തി. അത് കോട്ട് സെറ്റ് ആയിട്ടും പറയാം, നമുക്ക് ഷോർട്ട് കുർത്തി ആയിട്ടും പറയാം. ഈ ശരിക്കും പറഞ്ഞാൽ ഈ പാന്റിന്റെ ആവശ്യമില്ല, ഈ ജീൻസിന്റെ കൂടെ തന്നെ നല്ല സെറ്റ്. ജീൻസിന്റെ കൂടെ നല്ല രസമായിരിക്കും. ഇത് കുറച്ചുകൂടെ നീങ്ങുന്നേ കാണാനൊക്കെ കണ്ട കറക്റ്റ് ചെയ്ത് ജീൻസിനാണ് മാച്ചിങ്. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാൻറ് ഇടാം. പക്ഷെ ഇത് വേണമെന്നുണ്ടെങ്കിൽ പാൻറ് ഇടാന്ന് പറഞ്ഞാൽ ഇത് റീറ്റെയിൽ അല്ല, ഹോൾസെയിലാണ്. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ കസ്റ്റമറിനോട് പറഞ്ഞു കൊടുക്കേണ്ട ടിപ്പാണ് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് അല്ലേ. അവർക്ക് കച്ചവടം നടത്തുമ്പോൾ ഇതുപോലെ പറഞ്ഞൊക്കെ കൊടുക്കണം. ജീൻസിന്റെ കൂടെ ഒക്കെ സൂപ്പർ ആയിരിക്കും, ഇത് കാണാൻ എന്ത് രസമായിരിക്കും. പാൻറ് വേണമെങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത കുർത്തിയിലൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഓരോ ടിപ്പുകൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ കച്ചവടം ഞാൻ പഠിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് അല്ലേ. അങ്ങനെ അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് പിടിച്ചോ, ഫുൾ പ്രിന്റിൽ അല്ലേ, 2 പീസിന്റെ കളക്ഷൻ, മൾട്ടി കളർ. അതെ, ഇത് എപ്പോഴും ഇങ്ങനെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സീസൺ ആയതുകൊണ്ടാണ് ഇപ്പം ഞാൻ കൂടുതൽ ഈ ഒരു കളക്ഷൻസ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. കണ്ട, ഇത് 2 പീസിന്റെ ഒരു കളക്ഷനാണ് വരുന്നത്. മൾട്ടി, നമുക്ക് പ്യുവർ വൈറ്റിൽ അങ്ങനെയൊന്നും വേണ്ട, നമുക്കൊരു പ്രിന്റ് ടൈപ്പിൽ വേണമെന്നും പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷനാണ് ഇത്. കറക്റ്റ് നിന്റെ സൈസാ, മീഡിയം അല്ലേ? കണ്ട, ഞാൻ പിടിച്ചു കണ്ട, കറക്റ്റ് പെർഫെക്റ്റ്. ഇട്ട് വന്നാൽ ലുക്ക് തന്നെ മാറിപ്പോവും. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പീസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ. ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്, അത് മീഡിയം, ലാർജ്, XL, XXL അങ്ങനെയാണ് സൈസസ് വരുന്നതും അങ്ങനെ തന്നെയാണ് മേടിക്കേണ്ടത്. അതിന് ഒരു മാറ്റവും നമ്മളിവിടെ കൊടുക്കുന്നത്. കാരണം ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് കേട്ടോ. അതേപോലെ അടുത്ത ഒരു പീസ് നോക്കാം നമുക്ക്. ഇതാ പിടിച്ചോ, നിറച്ച് പൂക്കളാണല്ലോ, പൂക്കളും പിന്നെ അതുപോലെ മിറർ വർക്കും എല്ലാം ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. സ്ട്രേറ്റ് ഫിറ്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. സൈഡ് സ്ലിറ്റൊക്കെ വന്നിട്ടുള്ളത്. പാൻറ്റ് സിമ്പിളാണ്, പാൻറ്റിൽ വർക്ക് വന്ന ഭംഗി പോയി. കാരണം ഈ പൂക്കളുടെ ഒരു എടുത്തു നിൽക്കുന്ന ഒരു സംഭവമില്ലേ, അതൊക്കെ മൊത്തത്തിൽ പോകും അല്ലേ. ഓക്കെ, അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രിന്റ്സും അതുപോലെ ഇതൊരെണ്ണം തുറന്നിടാം. വേറെ ഒന്നും ഉണ്ടല്ല, ഇതിലിപ്പോൾ നമുക്ക് നെക്കുകൾ ഡിഫറെൻറ്റ് കിട്ടും. ഇത് വി നെക്കാണ്, ഇത് കോളർ നെക്കാണ്, ഇത് സ്ലീവ്, ഇത് കോട്ട് സെറ്റ് ആണ്. എല്ലാ പെണ്ണുങ്ങൾക്ക് വേണ്ടത് ഈ ഒരു സാധനമാണ് അല്ലേ. എല്ലാ പെണ്ണുങ്ങൾക്ക് കൂടുതൽ വേണ്ടത് ഈ ഒരു കോട്ട് സെറ്റ് ആണ്. അതും സ്ലീവ്ലെസ്സിലാണ്, പക്ഷെ സ്ലീവ് ഉള്ളിൽ അറ്റാച്ച്ഡ് ആണ്. വേണമെങ്കിൽ ഇട്ടാൽ മതി, ഒരു പെണ്ണും ഇടില്ല. അതാണ് സ്ലീവ് വേണ്ടവർക്ക്, അതാണ് പ്രശ്നം. എന്തായാലും രസമായിട്ടുണ്ട് അല്ലേ. ഇത് ജീൻസ് ഇല്ലെങ്കിലും ഇപ്പൊ സൈഡിൽ സ്ലിറ്റില്ല, അപ്പൊ ആസ് എ ഫ്രോക്ക് ആയിട്ട് ഇടും അല്ലേ. നിന്റെ മൈൻഡിൽ എന്താണ്, ഇത് എങ്ങനെ ഇടും? കേട്ടോ, എനിക്ക് തോന്നി ഇവരുടെ പ്രായക്കാരൊക്കെ അങ്ങനെയാണ്, കൂടുതൽ ഫ്രോക്ക് ആയിട്ടാണ് ഉപയോഗിക്കാറ്. ഇവര് മറ്റേ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഇനി കുറച്ച് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഇവിടെ ഉണ്ട്. കുറച്ച് ഞാൻ കളറിൽ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ, ഫെസ്റ്റിവൽ അതിനൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ അതും ഉണ്ട് ഇവിടെ. ഇതാ ഈ ഒരു കളർ തുറന്നോ, ഇതിൽ വരുന്ന നല്ല ഓർഗൻസ ദുപ്പട്ട വിത്ത് ഡിജിറ്റൽ പ്രിന്റ്. അതിൻ്റെ ഹെവി വർക്കാണ് എനിക്ക് മെയിനായിട്ട്. ഇതിൻ്റെ ദുപ്പട്ട എങ്ങനെയാണ് വർക്ക് ഒന്നും നല്ല അടിപൊളിയായിട്ട് എടുത്തോട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല രസമായിട്ടുണ്ട്. ഇതിൻ്റെ എത്ര കളേഴ്സ് വേണമെന്നറിയോ?
എത്ര 4 അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇതാ 4 കളർ 3 കളർ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്ന കളർ തന്നെ എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. വർക്ക് ഫിനിഷിങ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമായിട്ടുണ്ട് അല്ലേ വർക്ക്. ഫുൾ ഹാൻഡ് വർക്കിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇതും എടുക്കുമ്പോൾ നമുക്ക് 4 പീസിൻ്റെ ഒരു സെറ്റ് തന്നെ എടുക്കണം കേട്ടോ. ദുപ്പട്ടയും നന്നായിട്ടുണ്ട് അല്ലേ, നല്ല ഓർഗൻസിൽ വരുന്നത്. ഇതൊക്കെ പ്രീമിയത്തിൽ പെടും. പ്രീമിയം എന്ന് പറഞ്ഞാലും നമുക്കൊരു ബുട്ടിക് സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബുട്ടിക്കാർ വെച്ചാറാക്കുന്നത് അതെടുത്തോ അങ്ങനെ പറയണം അല്ലേ, ആ ടൈപ്പ് ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോർമൽ ആയിട്ട് വരുന്ന ഒരു ഐറ്റം ഉണ്ട്, കാഷ്വൽ വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്നത്. അതെ പിടിച്ചോ. എന്താ നമുക്ക് ഒരു നോർമൽ നമുക്ക് ചെറിയ വക ഫംഗ്ഷൻ അങ്ങനത്തെ ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് ഇതിൽ ഫോയിൽ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. മിറർ വർക്ക് അല്ല കേട്ടോ, ഫോയിൽ വർക്കാണ് വരുന്നത്. അതുപോലെ ദുപ്പട്ടയിലാണ് ആക്ച്വലി സ്വീക്വൻസ് വർക്ക് വരുന്നത്. ദുപ്പട്ടയും കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ദുപ്പട്ട ഇങ്ങനെയാണ്. ഇതിന് ആക്ച്വൽ ഇങ്ങനെയല്ല ഉടുക്കേണ്ടത്, ഇങ്ങനെയല്ലട്ടാ, ഇങ്ങനെയാണ്. ഇങ്ങനെ എങ്ങനെ നോക്കിയാലും ഇത് നടക്കില്ല വരുന്നത്. ഇത് കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ എങ്ങനെ നോക്കിയാലും അത് നടക്കില്ല വരുന്നത്. എന്തായാലും സംഭവം കിടുവായിട്ടുണ്ട്. 3 പീസിന്റെ കളക്ഷൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് 2 പീസും വരുന്നുണ്ട്. സിംഗിൾ കുർത്തി അങ്ങനെ ഇല്ല തോന്നുന്നുണ്ട്. കൂടുതലും 2 പീസും 3 പീസും ആണ് ഇപ്പൊ നമ്മളതിലുള്ളത്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ. ഓക്കെ, പിന്നെ വരുന്ന ഒരു കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി വെയറിൽ വരുന്ന ഒരു കളക്ഷൻ തന്നെയാണ്. നോർമൽ ഒരു വെർട്ടിക്കലിൽ വരുന്നതാണ് കേട്ടോ 3 പീസിന്റെ 2 പീസിന്റെ കളക്ഷൻ. ഇതാ ഇങ്ങനെ സെയിം ആ ഒരു പ്രിന്റിൽ തന്നെ വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. അതിൽ ഫോയിലിൻ്റെ വർക്കാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കളക്ഷൻസ് അല്ലേ. അപ്പോൾ തോന്നും വീണ്ടും നമുക്ക് അഡ്രസ്സ് മറന്നോ, നമ്മൾ ഇവിടേക്ക് വരണ്ടേ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ. ഇത് കണ്ട് വരും, നമുക്ക് ആ സ്ഥലം മറന്നു പോകും. സ്ഥലം മറക്കണ്ടാവും എന്നോട് പറഞ്ഞു കൊടുത്തേ. ഗോപാലപ്രഭു റോഡ്. അതെവിടെയാ? ട്രിവാൻഡ്ര അല്ല, കൊച്ചിയില്. അത് പറഞ്ഞോടോ, നിങ്ങളുടെ സ്റ്റൈലിൽ പറയും. നമ്മുടെ കൊച്ചി, നിങ്ങളുടെ സ്റ്റൈൽ നമ്മുടെ കൊച്ചിയില്. അത് ഫോർട്ട് കൊച്ചി ഭാഷയല്ലേ? അതറിയില്ല, കുട്ടിക്ക് മലയാളം അറിയില്ല. പറ. ഗോപാലപ്രഭു എറണാകുളം. എറണാകുളത്ത് ഗോപാലപ്രഭു റോഡ് അനീര ഹോൾസെയിലേഴ്സ്. എറണാകുളത്ത് ഗോപാലപ്രഭു റോഡ് അനീര ഹോൾസെയിലേഴ്സ് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ പെട്ടെന്ന് എന്താ പറയാ. കാരണം എന്ന് വെച്ചാൽ ഗോപാലപ്രഭു റോഡ് എന്ന് പറയുമ്പോൾ ഒരു റോഡിന്റെ പേരാണ്. കറക്റ്റ് ഇതിനെ പറയുന്നത് നമ്മുടെ ഹോൾസെയിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ബ്രോഡ് വേ ഇതൊക്കെയാണ് അടുത്തുള്ളത് പറയാം. അത് പറഞ്ഞാൽ പെട്ടെന്ന് കയറ്റാവും. അല്ലെങ്കിൽ മാർക്കറ്റ് റോഡ് ഇതൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കയറ്റാവും. അപ്പൊ ഇതിൽ ഒന്നുകൂടി ഞാൻ അഡ്രസ്സ് വീണ്ടും എടുത്ത് പറയുന്നതിന്റെ റീസൺ എന്താണെന്നറിയോ, ചിലവരൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ കിട്ടാറില്ല. എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അവര് ബിസിനസ് മൈൻഡ് ആയിട്ടാണ് നടക്കുന്നത്. അത്രയും ടെൻഷൻ കയറിയിട്ടില്ല നടക്കുന്നത്. അപ്പോൾ ഒന്നുകൊണ്ട് ഞാൻ പറയാം, ഇതിൽ വേറെ ഒന്നുമില്ല. നമ്മൾ ബസ് വഴിക്ക് വരാണെങ്കിൽ മേനകയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നടക്കാനുള്ള വഴിയുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കാറായിട്ട് വരാനായാലും നിങ്ങൾക്ക് അവിടെ നിന്ന് കാർ കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് MG റോഡ് വഴിക്ക് കയറായാലും നിങ്ങൾക്ക് അവിടുന്ന് ഓട്ടോയിൽ വരാം, കാറിൽ വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. ഇപ്പോൾ അടുത്ത ഇവിടെയൊക്കെ നമുക്ക് പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നേരിട്ട് വരാ, കയറുക. അപ്പം നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഗോപാലപ്രഭു റോഡ്, എറണാകുളത്ത് ഗോപാലപ്രഭു റോഡിൽ അനീര ഹോൾസെയിലേഴ്സ്. ഈ ഹോൾസെയിലിന് പ്രത്യേകം എടുത്ത് പറയണത് എന്താണെന്നറിയോ, റീറ്റെയിലിന്റെ വിളി ഇത്തിരി കൂടുതലാണ്. അത് വേണ്ട എന്നാ നമുക്ക് ഹോൾസെയിൽ മതിയെന്ന്. ഓക്കെ, എന്നാൽ നമുക്ക് ഇനി നല്ലൊരു പ്യുവർ കോട്ടൻ്റെ 2 പീസ്. പിന്നെ ഈ കുട്ടിയെ ബ്ലാബ്ലാന്ന് പറയാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ വരുമ്പോൾ ഈ കുട്ടീനെ കാണില്ലേ, ആര് പിന്നെ കാണാന്നറിയോ? പിന്നെ കാണാൻ പോണത് ആ ചേച്ചീനെ ആയിരിക്കും. ഇവിടെ വരുമ്പോൾ നിങ്ങൾ കാണാൻ പോണ ആ ചേച്ചി എടുത്തു കൊടുക്കില്ലേ? എല്ലാ സാധനങ്ങളും എടുത്തു കൊടുക്കും. മതി. കോട്ടണിൽ ഇനി വരുന്നത് കോട്ടണിൽ 2 പീസിന്റെ കളക്ഷനാണ് കേട്ടോ. പാൻറ് വരുമ്പോൾ നല്ലൊരു പലാസോ ടൈപ്പ് ആയിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു ഇത് വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. യോക്കിൽ വരുന്നത് ഇതിൽ മിറർ വർക്കും വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ മുത്തുകളൊക്കെ വന്നിട്ടുണ്ട്. കോട്ടൺ വരുമ്പോൾ കൂടുതൽ അങ്ങനെ ഓവറൊന്നും വേണ്ട. പ്രിന്റ് തന്നെ ധാരാളം നമുക്ക് ഉടുക്കുമ്പോൾ കംഫർട്ടാണ്. വിലപ്പോഴൊക്കെ ചുടിദാർ ഇട്ടുണ്ടോ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ? ഉണ്ടല്ലേ? മതി, ധാരാളം. ഓക്കെ, പിന്നെ 3 പീസിന്റെ നമുക്ക് അൺസ്റ്റിച്ചഡ് കാണാൻ കിടക്കുന്നുള്ളൂ. ഞാൻ റെഡിമെയ്ഡിലേക്ക് മാത്രം കയറിയിട്ടുള്ളൂ. അൺസ്റ്റിച്ചഡ് വെയിറ്റിംഗ് ആണ് അല്ലേ? ഇതിൽ വരുമ്പോ എന്താ ഒരു പ്രിന്റ് വെർട്ടിക്കലിലാണ് ഒക്കെ പ്രിന്റ്. അതുപോലെ തന്നെ യോക്കിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു ഗ്രീനില്, ആ സെയിം വർക്കാണ്. ആ സെയിം വർക്കോട് കൂടിയിട്ട് ബ്ലാക്ക് ഇട്ടാൽ തന്നെ ഒരു ഭംഗി വേറെ അല്ലേ, ഒരു രസം വേറെ തന്നെയാണ്. സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമുക്കിനി കുറച്ച് അൺസ്റ്റിച്ചഡ് കാണാം. അത് കുറച്ച് നമുക്ക് നിവർത്താണ്ട് ഇങ്ങനെ വെച്ച് കാണിക്കാം.
ഇതിൽ ആക്ച്വൽ എന്ന് പറയുമ്പോൾ ഇതൊക്കെ വൈറ്റ് ബേജ് പിന്നെ ചെറുതായിട്ട് വൈറ്റിൽ തന്നെ ബ്രഷ് പെയിൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലാണ്. ഇതിൻ്റെ പാൻറ്റ് നോക്കുകയാണെങ്കിൽ പാൻറ്റ് ഇങ്ങനെ വരും, ദുപ്പട്ട ഇങ്ങനെ ഫുൾ ബ്രഷ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ ഇതും അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതാ ദുപ്പട്ടയിൽ ഇങ്ങനെ ക്രോഷ്യേരെ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ഫുള്ള് ഇങ്ങനെ നിവർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അൺസ്റ്റിച്ചൊക്കെ പറയുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു മടക്കിൽ പോകണേ. ഇത് ദുപ്പട്ട, ഇതിൻ്റെ ടോപ്പ്. പിന്നെ ഇത് ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. ഇത് ഒരു പൊടിക്ക് വേണമെങ്കിൽ ഒന്ന് നിവർത്താം. അതിന് മുന്നേ ഇത് കാണിച്ചിട്ട് ഞാൻ നിവർത്താതാ. ഇത് ഒരു ഫുള്ളിങ്ങനെ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ഈ ദാമൻ്റെ പോർഷനിൽ വന്നിട്ട് അതുപോലെ തന്നെ ഈ സ്കാലപ്പിലും ഇതുപോലെ തന്നെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാൻറ്റ് വരുമ്പോൾ പ്ലെയിൻ ആയിരിക്കും. പിന്നെ എനിക്ക് കാണിക്കാൻ ഉദ്ദേശിച്ചത് മെയിനായിട്ട് ഈ ഒരു ഗോൾഡാണ് അല്ലേ, ഓണത്തിന് പെർഫെക്റ്റ് അല്ലേ. പിന്നെ യെസ്, ഇതാണ് ശരിക്ക്. പിടിച്ചോ ഈ ദുപ്പട്ട. അല്ലെങ്കിൽ വേണ്ട, ഇത് പിടിക്ക്. ഇത് പാൻറ്റ് കേട്ടോ. പാൻറ്റ് ഞാൻ ഇതാ മാറ്റി വെച്ചു. പിന്നെ വരുന്നത് നമുക്ക് കസുവിൽ വേണമെന്ന് പറയണവർക്ക് നമ്മൾ ഇത്ര നേരം ഒരു കസവ് പോലും കാണിച്ചിട്ടില്ല അല്ലേ. കൂടുതലും നമ്മളിങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ ഓണം കളക്ഷൻസ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. എന്നാൽ കസുവിൽ വേണം പറയണവർക്ക് ഇതാ ഇങ്ങനെ ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. ഇങ്ങനെയല്ല, ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊരു പക്ക നമുക്ക് ഒരു ഫെസ്റ്റിവൽ ഓണം കഴിഞ്ഞാലും നമുക്കൊരു ഫെസ്റ്റിവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടെമ്പിളിന് അമ്പലം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലേ, അതൊക്കെ ഞാൻ മറന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടിക് ജക്ക് ആയിട്ടുള്ള ഒരു തിളങ്ങുന്ന ഒരു ഗോൾഡിൽ വരുന്ന ഒരു കളക്ഷൻസ്. അതുകൂടാണ് ഇവിടെ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഒരുപാട് കളക്ഷൻസും അവൈലബിൾ ആണ്. ഇവിടെയും ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇവിടെയും ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. പാർട്ടി വെയറിലും ഉണ്ട്, നല്ല ഹാൻഡ് വർക്ക് പീസിൻ്റെ കളക്ഷൻസും ഉണ്ട്. അപ്പോൾ പ്രീമിയം രീതിയിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലും അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാം, അന്വേഷിക്കുക. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളത്താണ്. അതുപോലെ തന്നെ ഹോൾസെയിൽ ഉള്ളി. പിന്നെ ഒരു ബൈ പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ സ്ക്രീനിൽ വേഗം പോട്ടെ. അപ്പോൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ, എറണാകുളം ഹോൾസെയിൽ മാർക്കറ്റിൽ അനീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയും. അതാണ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ചേച്ചി ബൈ.